ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഈ മനുഷ്യർ നമ്മോട് സമാധാനമായി ഇരിക്കുന്നു, അതുകൊണ്ട് അവർ ദേശത്തു പാർത്ത് വ്യാപാരം ചെയ്യട്ടെ. അവർക്കും നമുക്കും മതിയാകും വണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ. അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക. എങ്കിലും അവർ പരിച്ഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളുമൊക്കെയും നമുക്ക് ആകെയില്ലയോ? അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി, എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമോരിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെ മകൻ ശേഖേമിൻ്റെയും വാക്ക് കേട്ടു. പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായി ദീനായുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അവർ ഹാമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനായെ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ രഹിതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷയത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അവർ, ഞങ്ങളുടെ സഹോദരിയോട് അവന് ഒരു വേശ്യയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു.